പാസില്ലാതെ മണ്ണ് കടത്തിയെന്ന പേരിൽ ലക്ഷങ്ങൾ പിഴ. കുമളിയിൽ വാഹനങ്ങൾ പുറത്തിറക്കാൻ ഭയന്ന സംരംഭകൻ. ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമാകാതായതോടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് വീരമല എന്ന സംരംഭകന്. പാസില്ലാതെ മണ്ണ് കടത്തിയെന്നാരോപിച്ച പോലീസ് ഉയർന്ന തുകയിലുള്ള പിഴ ഈടാക്കിയതിനെ തുടർന്ന് കുമളി സ്വദേശിയായ സംരംഭകൻ എൻ വീരമല തന്റെ 7ഓളം വാഹനങ്ങൾ പുറത്തിറക്കാതെ പാർക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം നേരിടുകയാണ്. ലോറിയും ടിപ്പറും JCBയും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിലിറക്കിയാൽ 500 മുതൽ 1000 പോലുള്ള ചെറുതുകകളല്ല, നേരിട്ട് 50,000 വരെ പിഴ പോലീസ് ഈടാക്കുന്നുവെന്നാണ് വീരമലയുടെ ആരോപണം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പോലീസ് നടപടിയുടെ ഭയം മൂലം വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാതെ വന്നതോടെ ഉപജീവനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതുമൂലം ഇദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യുന്ന തൊഴിലാളികളും കടുത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി പട്ടയഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് പട്ടയഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ തറ നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി മണ്ണു മാറ്റുന്നതാണ് തന്റെ പ്രധാന ജോലിയെന്ന് വീരമല പറയുന്നു. കൂടാതെ ഓടകൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികളിൽ നിന്ന് ലഭിക്കുന്ന മണ്ണ് മാറ്റിയിടുന്നതിലും തനിക്കെതിരെയും മാത്രം പോലീസ് നടപടി സ്വീകരിച്ച പിഴ ചുമത്തുകയാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. വീരമലയിലാണ്. ഞാൻ കുമളി സ്വദേശിയാണ്, കുമളി ജീവിക്കുന്നവരാണ്. എനിക്ക് 4-5 വണ്ടികളുണ്ട്. ഞാൻ ഇപ്പോൾ JCB ടിപ്പറും 2006 മുതൽ ഞാൻ വാടകയ്ക്കെടുത്താണ്. 2010 വരെ വാടകയ്ക്കെടുത്ത. 10 ഞാൻ ഒരു വീടുണ്ടായിരുന്നു, വിറ്റാണ് ഈ വണ്ടി മേടിച്ചത്. 10 മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പൊതു പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 2025 തുടർച്ചയായിട്ട് എന്നെ മാനസികമായിട്ട് വണ്ടിയെല്ലാം പിടിച്ച് ഇങ്ങനെ ഫൈൻ അടപ്പിക്കുന്നത്. 2025 ഡിസംബർ 15 ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി സമർപ്പിച്ചെങ്കിലും 2 മാസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിനിടെ ഏകദേശം 1,90,000 രൂപയോളം പിഴ അടയ്ക്കേണ്ടി വന്നതായും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതോടെ തന്റെ ഉടമസ്ഥതയിലുള്ള ഒമേഗ എന്ന കമ്പനി പ്രവർത്തനം തന്നെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കാർ പറയുന്ന സാഹചര്യത്തിൽ വലിയ തുക പലിശക്കെടുത്ത് സംരംഭം ആരംഭിച്ച വ്യക്തികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് വീരമല പറയുന്നു. താൻ തമിഴ് വംശജനായതിനാലാണ് ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നതെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. ഞാൻ തമിഴ് ഉള്ള ആളാണ്, പക്ഷേ അവര് എന്ത് കാരണത്തിനാണോ എന്ത് പിടിക്കുന്ന ഒരു പിടി വരുമ്പോഴേ ഇങ്ങനെ ഒരു ചോദ്യമാണ്. ഏറ്റവും വണ്ടി മാത്രം ടാർഗറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഡ്രൈവർമാർ തന്നെ പാവങ്ങൾ, ഇവിടെ കുമളിയിലുള്ളവർ തന്നെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ തമിഴ്ക്കാരുണ്ട്, മലയാളത്തുകാരുമുണ്ട്. അവരും ഇതിനകത്ത് അവർക്ക് ഉപജീവന മാർഗം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്നു, അവർക്കും ഒരു ഉപജീവന മാർഗം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗങ്ങൾ പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. തമിഴ്നാട്ടിൽ നിരവധി മലയാളികൾ സംരംഭകരായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാർ വലിയ സഹകരണമാണ് അവർക്ക് ചെയ്തു നൽകുന്നത്. അതേസമയം കേരളത്തിൽ തമിഴ് വംശജരായ സംരംഭകർക്ക് നേരെ സർക്കാർ അനീതി കാട്ടുകയാണെന്നും ആരോപണമുയരുന്നു. ഇത്തരം നടപടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, ഇടുക്കി.